കഅബ കാൽമടമ്പ് എന്നാണ് പറയാ. കാൽമടമ്പ് എന്ന് പറഞ്ഞാല് കഅബ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ് കാൽമടമ്പിന്റെ ആകൃതിയാണ് കഅബക്ക്. അത് കാൽമടമ്പിന്റെ ആകൃതി എങ്ങനെ മനസ്സിലാവുക എന്ന് ചോദിച്ചാൽ ആ ഒരു ഇജുർ ഇസ്മായിലില്ലേ, ഇജുർ ഇസ്മായിൽ കൂടി എന്തിന്റെ ഭാഗമാണ്? കഅബന്റെ ഭാഗമാണ്. അത് കഅബ പുതുക്കി പണിതപ്പോൾ പണം തികയാതെ വന്നപ്പോൾ പുറത്താക്കിയതാണ്. പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ്. പിന്നെ അത് അങ്ങനെ ആയി തീർന്നതാണ്. അപ്പൊ ഇജുർ ഇസ്മായിൽ എന്ന് പറയുന്ന ആ ഭാഗം കൂടി ചേർന്നതാണ് കഅബ. അപ്പൊ അങ്ങനെ കഅബക്ക് കേടുപാടൊക്കെ സംഭവിച്ചു. കഅബ പുതുക്കി നിർമ്മിക്കാൻ തീരുമാനിച്ചു. കഅബ പുതുക്കി നിർമ്മിച്ച ഹജറുൽ അസ്വദ് ഉണ്ട്. ഹജറുൽ അസ്വദ് ആരാണ് അവിടെ എടുത്തു വെക്കുക എന്നൊരു തർക്കം നടക്കുന്നില്ലേ, കേട്ടിട്ടില്ലേ? അങ്ങനെ ഭയങ്കര പ്രശ്നമായി. ഓരോ ഗോത്രവും ഇതിന്റെ പേര് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞു. ആ സമയത്ത് പ്രായമുള്ള ഒരാൾ പറഞ്ഞു, ആ കാണുന്ന വാതിലിലൂടെ ആദ്യം ആരാണോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അയാൾ എന്ത് പറഞ്ഞാലും അയാൾ നമുക്ക് വിധികർത്താവായി സ്വീകരിക്കാം, എന്നിട്ട് അയാൾ പറയുന്നത് നമുക്ക് സ്വീകരിക്കാം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാം കഅബയുടെ മുറ്റത്ത് നിന്ന് ആ വാതിൽക്കലേക്ക് നോക്കി നിന്നു. ആ വാതിൽക്കലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ വാതിൽക്കലിലൂടെ ആദ്യം കടന്നു വന്നത് ആരായിരുന്നു? ആ റസൂൽ. അപ്പൊ നന്ദി 35 വയസ്സ് പ്രായമാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നേരെ കഅബയുടെ അടുത്തേക്ക് നബി വന്നു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ആകെ യുദ്ധസമാനമായ സാഹചര്യമാണ്. അപ്പൊ ഈ ഹജറുൽ അസ്വദ് ആരെടുത്തു വെക്കുന്നുള്ള പ്രശ്നമാണ്. അതൊക്കെ പ്രവാചകൻ അത് വളരെ രമ്യമായി പരിഹരിച്ചില്ല. റസൂൽ പറഞ്ഞു, നിങ്ങളൊരു ഒരു വലിയ ഒരു പുതപ്പ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആൾക്കാർ വലിയ പുതപ്പ് കൊണ്ടുവന്നു. റസൂൽ ഹജറുൽ അസ്വദ് എടുത്തിട്ട് ആ പുതപ്പിലേക്ക് റസൂൽ കയറ്റി വെച്ചു. എന്നിട്ട് എല്ലാ ഗോത്ര നേതാക്കന്മാരോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റുഭാഗത്ത് പിടിക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാ ഗോത്ര നേതാക്കന്മാരും അവരുടെ ചുറ്റുഭാഗത്ത് പിടിച്ചു. എന്നിട്ട് അവരത് പൊക്കാൻ വേണ്ടി പറഞ്ഞു. അത് പൊക്കി ആ മൂലയിലേക്ക് അത് കൊണ്ടുവന്നു. എന്നിട്ട് പ്രവാചകൻ അത് എടുത്തിട്ട് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇത് നബിക്ക് വലിയ ഖ്യാതി ഉണ്ടാക്കിയ വലിയ സംഭവമാണ്. ഇങ്ങനെ പ്രവാചകൻ കഅബന്റെ അടുത്തേക്ക് കടന്നു എന്ന വാതിൽ ഏതാണെന്നറിയും? ആ വാതിലാണ് ബാബു ബനി ഷൈബ എന്ന് പറയുന്ന വാതിൽ. ആ വാതിൽ ഇന്ന് അടഞ്ഞാണ് കിടക്കുക, തുറക്കുന്നില്ല. പക്ഷെ ആ വാതിലിലൂടെയാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബിന്റെ വീട് പടിയാണെന്ന് പറയാൻ കാരണതാണ്. നബി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കഅബന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. എനിക്കിതൊന്നും അറിയാതെ അങ്ങനെ പോവായിരുന്നു. അത് റസൂൽ ചെന്നത് അവരെ അടിയിലേക്കാണ്. അപ്പൊ അതാണ് ആ വാതിൽ. ആ വാതിൽക്കലേക്ക് നോക്കി നിന്നു എന്നൊക്കെ പറയുന്നത് അവരെയാണ് കേട്ടോ.